وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ഇസ്ലാമിൻ്റെ വിധിവിലക്കുകൾ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകം വിവിധങ്ങളായ നല്ല നല്ല പരിപാടികളുമായി ജനങ്ങൾക്ക് ആവശ്യമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഏറ്റവും കൂടുതൽ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കിട്ടുന്ന വിഭാഗമാണ് മനുഷ്യൻ. മൃഗങ്ങൾ ഒരു ക്ലാസ്സും കേൾക്കുന്നില്ല, ജീവജാലങ്ങൾ ഒരു പരിപാടിയിലും പങ്കെടുക്കുന്നില്ല. എന്നിട്ട് അവയെല്ലാം അവയുടെ നിയമപ്രകാരമാണ് ജീവിക്കുന്നത്. അണുവളവ് പോലും തെറ്റാതെ എന്ന് പറയാം. മറ്റു മൃഗങ്ങളൊക്കെ ഗംഭീരമാണ്. മലക്കുകളാകട്ടെ ഒരു തെറ്റുപോലും ജീവിതത്തിൽ ഒരിക്കൽ പോലും ചെയ്യുന്നില്ല. അപ്പോൾ ജിന്നും മനുഷ്യനും അങ്ങനെയല്ല. ജിന്നിൻ്റെ അവസ്ഥകളെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. തീക്കളിയാണ്, തീ കൊണ്ടാണ് പടക്കപ്പെട്ടത്. ജിന്നുകളുടെ നേതാവാണ് ഇബ്ലീസ്. ആ ഇബ്ലീസ് ഓരോ മനുഷ്യനെയും നരകത്തിലേക്ക് വിടാൻ എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുക എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാ വഴികളിലൂടെയും മുന്നിലും പിന്നിലും വടത്തും ഇടത്തും ഒക്കെ സുമ്മലാത്തിയന്നഹും മിൻ ബൈനി ഐദീഹിം തുടങ്ങി അള്ളാഹു എഴുതുകയാണ്. ഒക്കെ ചെയ്തു നോക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ വഴിതെറ്റിപ്പോകുന്നുണ്ട്. അള്ളാഹുവെ കാത്തു രക്ഷിക്കണം. മനുഷ്യനാകട്ടെ അവന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ്? ലോകത്തെ ആസ്വദിക്കാൻ കഴിയുന്നത് മനുഷ്യർക്കാണ്. മൃഗങ്ങൾ മിക്കവാറും ആ ചെറിയ ഠാവട്ടത്തിലാണ്. കിണറ്റിലും കുളത്തിലും കായലിലും പുഴയിലും കടലിലുമുള്ള മീനുകളും തവളകളും മറ്റുമൊക്കെ അവിടെ തന്നെയാണ്. പുറത്തൊരു ലോകം അവർ കാണുന്നേയില്ല. ചുരുക്കം ചില മൃഗങ്ങൾ, ജീവികൾ മാത്രമാണ് ഇങ്ങനെ പുറത്തേക്ക് പോരുന്നത്. ദശാടന പക്ഷികൾ പോലെയുള്ള പക്ഷികൾ 1000-10,000 കിലോമീറ്റർ സഞ്ചരിച്ച് എത്തുന്നുണ്ട്. അതുപോലെ ചില മീനുകളും അങ്ങനെ ആയിരക്കണക്കിന് കിലോമീറ്റർ സഞ്ചരിക്കുന്നുണ്ട്. മൊത്തത്തിൽ പറഞ്ഞാൽ മൃഗങ്ങളൊക്കെ വളരെ ചുരുങ്ങിയ ഠാവട്ടത്തിലാണ് ജീവിക്കുന്നത്. അവർക്ക് ഈ ലോകം ആസ്വദിക്കാൻ കഴിയുന്നില്ല. വളർത്തുമൃഗങ്ങളും മീനുകളും ആകട്ടെ മനുഷ്യൻ്റെ അന്നമാണ്. ഏത് സെക്കൻഡിലും ഒരു ചൂണ്ടൽ, ഒരു വല, ഒരു പിടുത്തം, അത് വറവ് ചട്ടിയിലേക്ക് പോയി. പെട്ടെന്ന് തന്നെ അത് അന്നമായി. സ്വപ്നങ്ങളോ ആഗ്രഹങ്ങളോ ആകാശക്കോട്ടകളോ ഒന്നും അവർക്ക് നേടാൻ കഴിയില്ല. സ്വന്തം സഹജീവിയെ അറുക്കുന്നത് കണ്ടിട്ട് നിസ്സംഗമായി വലിയൊരൊച്ചയും ബഹളമൊന്നും ഉണ്ടാക്കാതെ ആടുകളും കോഴികളും ഒട്ടകങ്ങളും പശുവും മൂരിയും ഒക്കെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അത്രയേ ഉള്ളൂ അവയുടെ സെൻസ്, അവയുടെ ബോധം, അവയുടെ ബോധ്യം. അപ്പോൾ ഈ മൃഗങ്ങൾ ഇഷ്ടം പോലെയാണ് ലോകത്ത്. ഭയങ്കരം എണ്ണമാണ്. കോടി എണ്ണം. നമ്മുടെ തലയിലെ പേനിന് എത്ര നേരത്തെ ആയുസ്സാണുള്ളത്? അത് പെണ്ണുങ്ങളങ്ങ് മുടികി ചീർപ്പ് കൊണ്ട് അല്ലെങ്കിൽ കൈ കൊണ്ടെടുത്ത് ഒരൊക്കെ പൊട്ടിക്കൽ. കൊതുകുകൾ, മുട്ടകൾ, അങ്ങനെ കൃമികൾ, കീടങ്ങൾ, പ്രാണികൾ, ഇതൊക്കെ നോക്കി നിങ്ങൾ. അവർക്കൊക്കെ എന്ത് ആയുസ്സുള്ളത്? അവർക്കൊക്കെ എത്രയാണ് സമയമുള്ളത്? ഒന്നുമില്ല. അവർക്ക് എന്താണ് ഒരു ആഗ്രഹമുള്ളത്, സ്വപ്നമുള്ളത്? അതുമില്ല. മനുഷ്യന് ആണെങ്കിൽ ഈ ലോകം മുഴുവൻ ആസ്വദിക്കാൻ കഴിയുന്നുണ്ട്. ബൈനോക്കുലർ വെച്ച് നോക്കിയാൽ അതിലപ്പുറത്തുള്ള വലിയ ഉപകരണങ്ങൾ വെച്ച് നോക്കിയാൽ ഗംഭീരമായി ലോകം മുഴുവൻ കാണാം. ഇവിടെയുള്ള ആസ്വദിക്കാൻ കഴിയുന്ന ശബ്ദങ്ങൾ, നിറങ്ങൾ, വസ്തുക്കൾ,
ഭക്ഷണ വിഭവങ്ങൾ, വസ്ത്രം, വാഹനം, വീട് തുടങ്ങി എല്ലാം അതൊക്കെ അങ്ങ് കണ്ടെത്താനും ഉഷാറാക്കാനുമുള്ള മനുഷ്യൻ്റെ കഴിവ്, കണ്ടുപിടുത്തങ്ങൾ, ഗവേഷണങ്ങൾ തുടങ്ങി വിദ്യാഭ്യാസം, ജോലി, വരുമാനം, അല്ലേ? അപ്പോൾ മൃഗങ്ങളുടെ ഇണചേരൽ അതൊക്കെ താൽക്കാലികമായി 1-2 മിനിറ്റാണ്. മനുഷ്യൻ അങ്ങനെയല്ല. ജീവിതം മുഴുവൻ ആ മക്കളെ കൊത്തിയാട്ടുന്ന കോഴികളും മൃഗങ്ങളും, മക്കളെ ചേർത്ത് പിടിക്കുന്ന മനുഷ്യനും, മരണം വരെ മക്കൾ, മാതാപിതാക്കൾ, ഭാര്യാഭർത്താക്കന്മാർ എന്നിവരെക്കുറിച്ചുള്ള സ്നേഹത്തിൽ, എന്നിവരുമായി ബന്ധപ്പെട്ട ബഹുമാനത്തിൽ, വാത്സല്യത്തിൽ അവരങ്ങനെ കഴിയാണ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. അപ്പോൾ ഇതെല്ലാം ഉണ്ടായിട്ട് മനുഷ്യൻ്റെ സ്ഥിതി എന്താണ്? എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ വന്നതോടുകൂടി മൊബൈലിലോ ഇൻ്റർനെറ്റിലോ അങ്ങനെ ഉപകരണങ്ങളിലെല്ലാം തന്നെ ഉപദേശങ്ങളുടെ പ്രളയമാണ്, നിർദ്ദേശങ്ങളുടെ പ്രളയമാണ്. നമ്മുടെ ഈ ജീവിതം ഓരോ ദിവസവും പ്രഭാതം ആരംഭിക്കുന്നത് കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും എന്ന് പറയാം ഫലക്കിലൂടെയാണ്. അതിനു മുമ്പ് തന്നെ മസ്ജിദിൽ ക്ലാസ് നടക്കുന്നുണ്ട്. എന്നിട്ടും എന്താണ് മനുഷ്യൻ ഇങ്ങനെയായത്? വൽആദിയാതി ളബഹൻ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വൽആദിയാതി ളബഹ വൽമുരിയാതി ഖദഹ വൽമുഗീറാതി സുബ്ഹ ഫഅസർന ബിഹി നഖഅ ഫവസത്ന ബിഹി ജംഅ. ആ കുതിരകളെ, ഓട്ടത്തെ, അവയുടെ കുതിരക്കുളമ്പടി ഒച്ചകളെ, പൊടിപടലങ്ങളെ, ആ ജനമധ്യത്തിലേക്ക് എടുത്തു ചാടുന്ന ആ യുദ്ധ പോരാളികളെ സത്യം ചെയ്തുകൊണ്ട് ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, തീർച്ചയായും മനുഷ്യൻ തൻ്റെ റബ്ബിനോട് നന്ദിയില്ലാത്തവനാണ്. വഇന്നഹു അലാ ദാലിക ലശഹീദ്, അതിന് അവൻ തന്നെ സാക്ഷിയാണ്, വേറെ ആരും വേണ്ട, വേറെ എവിടെയും പോണ്ട. വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്, അവന് സമ്പത്തിനോടുള്ള സ്നേഹം കുറച്ച് കഠിനമാണ്. അല്ലാഹു അക്ബർ. അപ്പോൾ ഇങ്ങനെ മനുഷ്യൻ്റെ സ്ഥിതി പറയുകയാണ്. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, ഏറ്റവും നല്ല സമമിതിയിൽ, ആകാര സൗഷ്ഠവത്തിൽ, മുടി മുതൽ അടിവരെയുള്ള ഒരു ബാലൻസ്, അതിൻ്റെ ഒരു യോജിപ്പിൽ, ഒരു സമമിതിയിൽ അള്ളാഹു മനുഷ്യനെ പടച്ചു, നാം മനുഷ്യനെ പടച്ചു. സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലിൻ, എന്നിട്ട് മനുഷ്യൻ എവിടേക്ക് പോയി? താഴ്ന്നവരിൽ താഴ്ന്നവരായി മാറി. അല്ലാഹു അക്ബർ. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഖലഖൽ ഇൻസാന മിൻ അലഖ്, ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ആ പാരായണം, റബ്ബിൻ്റെ നാമത്തിലുള്ള പാരായണം, പേന, ആ ഔദാര്യം, ഇതെല്ലാം പറഞ്ഞിട്ട് കല്ലാ ഇന്നൽ ഇൻസാന ലയത്വത, അങ്ങനെയല്ല, മനുഷ്യൻ അതിക്രമിയായിരിക്കുന്നു, അതിര് കവിയുന്നു. റഅഹുസ്തഗ്ന, തനിക്ക് താൻ തന്നെ മതി എന്ന തോന്നലിൽ നിന്ന് എന്നൊക്കെ പറയുന്നു. ഇത് പൊതുവായ ഒരു വിഷയമാണ്. കല്ലാ ബല്ലാ തുക്രിമുനൽ യതീം വലാ തഹാദ്ദൂന അലാ തുആമിൽ മിസ്കീൻ, യതീമിനെ ബഹുമാനിക്കുന്നില്ല, മിസ്കീന് തിന്നാൻ കൊടുക്കാൻ മറ്റുള്ളവരോട് പറയുന്നില്ല. എത്ര വിഷയങ്ങളാണ് അള്ളാഹു മനുഷ്യനെക്കുറിച്ച് പറഞ്ഞത്. ഇതെല്ലാം മനുഷ്യരെക്കുറിച്ചാണ്. അതിൽ നമ്മളും പെടും, ബാക്കിയുള്ളവരൊക്കെ പെടും. അങ്ങനെ അപ്പോൾ വലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ ഫവൈലുൽ ലിൽ മുസല്ലീൻ, അത് യംനഊനൽ മഅൂൻ, ചെറിയ ചെറിയ വസ്തുക്കൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ തയ്യാറാകുന്നില്ല. ഊട്ടുറൂട്ട് സാധനങ്ങൾ എന്നാണ് പഴയ ഭാഷ. ആ ഭാഷ ഓർമ്മ ഉണ്ടോ ആർക്കെങ്കിലും? ഊട്ടുറൂട്ട് സാധനങ്ങൾ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായാലും മുതലാളിയോ സാധാരണക്കാരനോ ഉള്ളനോ ഉള്ളവനോ ഇല്ലാത്തവനോ പണിക്കാരനോ പണക്കാരനോ പട്ടിണിക്കാരനോ ഒക്കെ ആവശ്യം വരും. എന്താ? പെട്ടെന്ന് ഒരു തീപ്പെട്ടി വേണ്ടി വരും, പെട്ടെന്ന് ഒരു മൊബൈലൊന്ന് ഫോൺ ചെയ്യേണ്ടി വരും, പെട്ടെന്ന് ചില്ലറ പൈസൻ്റെ ആവശ്യം വരും. ഇത് സമ്പത്തില്ലാത്തതുകൊണ്ടൊന്നും ആയിക്കോടുന്നില്ല. അങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ വരെ കൊടുക്കാതിരിക്കുന്നവരാണെന്ന് പറഞ്ഞു. ഇപ്പോൾ എന്താണ് മനുഷ്യന് സംഭവിച്ചത്?
എന്ന്. എല്ലാവരുടെ കാര്യമല്ല. ഇതൊക്കെ നല്ല ഗംഭീരമായി കറക്റ്റായി കൃത്യമായി ചെയ്യുന്ന ധാരാളം ആളുകൾ ലോകത്തുണ്ട്. അപ്പോൾ ആ ആളുകൾക്കിടയിൽ നമ്മളിൽ ചില ആൾക്കാർ എന്തുകൊണ്ടാണ് ഇങ്ങനെ നന്ദിയില്ലാത്തവരായത്? അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്തിന് നന്ദി കാണിക്കാൻ ഒരു കോടിക്കൊല്ലം കിട്ടിയാലും മതിയാവൂല. ഒരിറ്റ് ശ്വാസത്തിൻ്റെ വില എത്രയാണ്? ഹാറൂൺ റഷീദിൻ്റെ മുമ്പിൽ വെച്ച് ചോദിച്ചല്ലോ, ദാഹിച്ചപ്പോൾ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. ആ വെള്ളം കുടിക്കുന്നതിന് 1 മിനിറ്റ് എന്ന് പറഞ്ഞു. ഈ വെള്ളം നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ, നിങ്ങൾക്ക് ദാഹിച്ചു, വെള്ളം നിങ്ങൾക്ക് തന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് കൊടുക്കും? എൻ്റെ രാജ്യത്തിൻ്റെ പകുതി വരെ കൊടുക്കുന്നുണ്ട്. അല്ലാഹു അക്ബർ. കാരണം അത്രയും മുട്ടുവല്ലോ. ദാഹിച്ച് വരണ്ട് വിശന്ന് മരിക്കാനാവുകയാണ്, തൊണ്ടയ്ക്ക് ഉണങ്ങി മരിക്കാറാവുകയാണ്, എന്തും കൊടുക്കാൻ തയ്യാറാവില്ലേ? എന്നിട്ട് മനുഷ്യൻ എത്രമാത്രമാണ് നന്ദി കാണിക്കുന്നത് എന്നാണ്. അപ്പോൾ ഇത് കൂടുതൽ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് പരിഹാരമാണല്ലോ വേണ്ടത്. വിഷയം കാര്യത്തിൻ്റെ കഴമ്പിലേക്ക് എത്തിയില്ല എന്നതാണ്. കാര്യത്തിൻ്റെ കഴമ്പ് എന്താണ്? ഇതാ ലേശം നേരം കൂടി ഉള്ളൂ, ഇതാ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യും, മരണം. ആ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ്? പരലോകമാണ്, ബർസഖാണ്. അവിടെ നൗമത്തുൽ ആറൂസ്, പുതുമണവാളൻ പുതുമണവാട്ടി ഉറങ്ങുന്ന പോലെ ഉറങ്ങിക്കോ എന്ന് പറയാൻ സ്വർഗത്തിൻ്റെ വിരിപ്പ്, സ്വർഗത്തിൻ്റെ സുഗന്ധം ആ ചെറിയ കബറിൽ നോക്കത്താ ദൂരത്ത് മലക്കുകൾ, കബറങ്ങ് വിശാലമായി. അല്ലാഹുമ്മ ജഅഫിൽ ഖബ്റ അൻ ജംബൈഹി, അല്ലാഹ് 2 ഭാഗത്തേക്കും ഈ ആളുടെ ഖബർ വിശാലമാക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഖബർ എങ്ങനെ വിശാലാവുക? അപ്പോൾ അടുത്തുള്ള ആളെ ഖബറിങ്ങനെ എത്തൂലേ? ഇങ്ങനെയുള്ള ചിന്തകൾ കണ്ട് കാര്യമില്ല. അതൊന്നും നമ്മളെ ഈ ചിരട്ടിയിൽ, ഈ തലച്ചോറിൻ്റെ ചിരട്ടിയിൽ ഉൾക്കൊള്ളുന്നതല്ല. അങ്ങനെ ഈ ചിരട്ടിയിൽ അതൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടി വിചാരിച്ച് ഇടങ്ങാറാകേണ്ട ആവശ്യമില്ല, അള്ളാഹ്ക്ക് വിടാം. അപ്പോൾ ഓരോ ഖബറും കോടിക്കണക്കിന് ഏക്കർ വിസ്താരമുള്ളതായി മാറുമ്പോൾ പിന്നെ അത് കഴിഞ്ഞ് അന്ത്യനാളായി അവിടെ ഇങ്ങനെ അള്ളാഹുവിൻ്റെ തണലിങ്ങനെ കിട്ടുമ്പോൾ പിന്നെ വിചാരണ ലഘുവാകുമ്പോൾ ഇതൊക്കെയാണ് നമ്മളെ കാത്തിരിക്കുന്നത്. പിന്നെ സ്വർഗമാണ് കാത്തിരിക്കുന്നത്. അപ്പം ആ ഒരു സ്വർഗവും അള്ളാഹുവിൻ്റെ തണലും ഖബറിലെ പുതുമണവാളൻ്റെ ജീവിതവും. പുതുമണവാളൻ്റെ കൂടെ പുതുമണവാട്ടിയില്ല, പുതുമണവാട്ടിയുടെ കൂടെ പുതുമണവാളനുമില്ല. ഓരോരുത്തരും 2 തരം ഖബറിലാണ്. ഭാര്യയും ഭർത്താവിനെയും ഒരു ഖബറിലാക്കുന്നില്ല, ആക്കിയിട്ടും പ്രയോജനമില്ല. എന്നാലും അള്ളാഹുവിൻ്റെ ആശംസ പുതുമണവാളൻ നൽകുന്ന പോലെയാണ്. അപ്പം അതിൻ്റേതായ സുഖങ്ങളും ആസ്വാദനങ്ങളും ഒക്കെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. അള്ളാഹുവെ അനുഗ്രഹിക്കണം. അപ്പോൾ ഈ ഒരു അവസ്ഥ വരാൻ പോകുന്നുണ്ട് എന്ന് മനസ്സിൽ, തൊള്ളയിലല്ല, തലച്ചോറിലല്ല, മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒക്കെ ശരിയാവും. അപ്പോൾ പിശുക്ക് മാറും, നന്ദി കൂടുതൽ കാണിക്കും, എല്ലാ സുന്നത്തുകളും എടുക്കണം എന്നൊരാഗ്രഹം വരും. ഇന്ന് തിങ്കളാഴ്ചയാണ്. നബിസ്വാസം ജനിച്ച നബിയായ, സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കപ്പെടുന്ന, മനുഷ്യൻ്റെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന, ശിർക്ക് ചെയ്യാത്ത എല്ലാവർക്കും മാപ്പ് നൽകുന്ന ദിവസമാണ്. നോമ്പ് നോൽക്കുക. പിന്നെ വ്യാഴാഴ്ച നോമ്പ് നോൽക്കുക. എന്നാൽ നമുക്കിവിടെ കാണുന്ന മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഈ നല്ല സുന്ദരമായ തിങ്കളാഴ്ച നോമ്പും വ്യാഴാഴ്ച നോമ്പും സുന്നത്തുകളും എല്ലാം ഉണ്ടായിട്ട് സമസ്തക്ക് വേണ്ടത് എന്താ പറയുക? ബിദ്അത്തുകളാണ്. അപ്പം എന്താ? റജബ് ആദ്യത്തെ ദിവസം പ്രാർത്ഥനക്ക് പ്രത്യുത്തരം ഉണ്ട്. ആരാ പറഞ്ഞു? മഹാന്മാർ പറഞ്ഞു. അപ്പം ഇത് മഹാന്മാർക്ക് മുമ്പ് ഈ സംഭവമല്ലേ? മഹാന്മാർക്ക് മുമ്പ് ഈ സംഭവമല്ലേ? ഉണ്ട്. റജബ് 1 എന്നുള്ളത് അള്ളാഹു റജബിനെ ബഹുമാനിച്ചതാണ്, 4 മാസം പവിത്രമാക്കിയതാണ്. അപ്പം ആ റജബ് 1-ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തായിരിക്കും പറഞ്ഞത്? മഹാന്മാർ പറഞ്ഞു എന്നേ സമസ്ത പറയുന്നുള്ളൂ, നോണ അറിയണമൊന്നുമില്ല. മഹാന്മാർക്ക് മുമ്പ് ആരുണ്ട്? സഹാബിമാരുണ്ട്, പിന്നെ ഇമാമുകളുണ്ട്, നബി ഉണ്ട്. അപ്പോൾ റജബ് 1-ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തായിരിക്കും പറഞ്ഞിരിക്കുക? ഇന്ന് മാസം കണ്ടാൽ നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചോളി, 5 ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം പ്രത്യുത്തരം ഉണ്ടെന്ന് നബി പറയില്ലേ? നബിക്കല്ലേ ഏറ്റവും കൂടുതൽ ഉത്തരം കിട്ടേണ്ടത്?
സഹാബിമാർക്കല്ലേ ഏറ്റവും ഉത്തരം കിട്ടേണ്ടത്, നമുക്കല്ലേ ഏറ്റവും ഉത്തരം കിട്ടേണ്ടത്. നബി മറന്നതാണോ? അല്ല. വിട്ടതാണോ? അല്ല. കരുതി കൂട്ടി പറയാതിരുന്നാണോ? അല്ല. പിന്നെന്തേ? വഴിയില്ലാത്തതാണ്. നോക്കി നിങ്ങൾ, ഇപ്പൊ ഈ തിങ്കളാഴ്ച നോമ്പ് അത് ഈ 7 പ്രത്യേകതകളുള്ളതാണ്. അതെടുക്കാൻ ജനങ്ങളോട് എപ്പോഴും 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 പറയേണ്ടതിന് പകരം റബീഉൽ അവ്വൽ 12 നബി ദിനം ആഘോഷിക്കാനാണ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഞാൻ ജനിച്ച ദിവസം തിങ്കളാഴ്ചയാണ്. അത് വിട്ടിട്ട് റസൂലുള്ളാഹി വഫാത്തായ ദിവസം അല്ലേ? നോക്കൂ നിങ്ങൾ, ഈസാ നബി അലൈഹിസ്സലാം ആകാശലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്. വലിയ വലിയ മോചിസത്തുകളൊക്കെ ഉണ്ട്. മരിച്ചവരെ ജീവിപ്പിച്ചു, കുഷ്ഠരോഗിയെ പാണ്ഡുരോഗിയെ സുഖപ്പെടുത്തി, അങ്ങനെ എന്തൊക്കെയുണ്ട്. എന്നിട്ട് ആ ഈസാ നബിനോട് ഇസ്തിഗാസ ചെയ്യുന്ന ആളെപ്പറ്റി സമസ്ത എന്ത് പറയണം? കാഫിർ. അമ്പകുന്ന് വീരാനോലിയ പാപ്പയെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോഴോ, നമ്മളെ കക്കാടുമല കുഞ്ഞോമത് മുസ്ലിയാരില്ലേ, പുത്തമ്പള്ളി, അദ്ദേഹത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആൾക്കാരെ പറ്റി എന്ന് പറഞ്ഞു സമസ്ത സുന്നി എന്ന് പറയണം. എന്തായത്? ഈസാ നബിയെ കാക്കണേ എന്നുള്ളതാണോ, ഇബ്രാഹിം നബിയെ കാക്കണേ എന്നുള്ളതാണോ, അതല്ല പുത്തമ്പള്ളി വലിയ കാക്കണേ എന്നതാണോ ഏറ്റവും മഹനീയമായത്, ഏറ്റവും മഹത്തായത്? ഇതൊന്നും എന്തുകൊണ്ടാണ് തലയിൽ കയറാത്തത് സമസ്തൻ്റെ? അപ്പോൾ പണി നല്ല എടുക്കാണ്ട് നമുക്ക് കേട്ടോ. നമുക്കിനി ഒരുപാട് പണിയെടുക്കാണ്ട്. ഒരു നിലക്കും ഉറങ്ങാനും തമാശ പറഞ്ഞിരിക്കാനും കല്യാണം വലുതാക്കാനും തക്കാരം വലുതാക്കാനും നോക്കണ്ട. കല്യാണം വലുതാക്കി വിയർത്ത് കുളിച്ച് 2, 3, 4 ദിവസം കല്യാണം, 3-4 മാസത്തെ പണി, ലീവ് എടുക്കുക. അതൊന്നൊക്കെ പകരം നമ്മൾ ആൾക്കാരെ നരകത്തിൽ രക്ഷിക്കാൻ നോക്കുക. ഖൈറുൻ നിക്കാഹി ഐസറുഹു, ഏറ്റവും നല്ല കല്യാണം ഏറ്റവും ചെലവ് കുറഞ്ഞതാണ് കേട്ടോ. വീട് ഇങ്ങനെ വലുതാക്കി പോകുന്നതിന് പകരം ആവശ്യത്തിന് വീട്, എപ്പോഴും ഡ്രസ്സ് വാങ്ങുന്നതിന് പകരം ആവശ്യത്തിന് ഡ്രസ്സ്, ബാക്കി സമയം മുഴുവൻ തൗഹീദ്, സുന്നത്ത് തൗഹീദ്. അതോടൊപ്പം ഒന്നും കുറയണ്ട. ഇത് ദൈവത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഇടയിൽ സുന്നത്തും കേൾക്കാനൊന്നും മറക്കണ്ട, ദിക്ർ ചെയ്യാനൊന്നും മറക്കണ്ട, അതൊക്കെ വേണം. അതുകൊണ്ട് എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇങ്ങനെ ആയിപ്പോയത് എന്ന് ചിന്തിച്ചിട്ട്, ഏതായിരുന്നാലും ഞാൻ അങ്ങനെ ആകൂല, നമ്മൾ അങ്ങനെ ആകൂല, വീട്ടുകാരങ്ങനെ ആകൂല, സംഘടനാ പ്രവർത്തകരാരും അങ്ങനെ ആകൂല. എല്ലാവരും നല്ല താടി, എല്ലാവരും നല്ല വസ്ത്രം, എല്ലാവരും വലത്തകൈകൊണ്ട് മാത്രം വെള്ളം കുടിക്കുന്നു, എല്ലാവരും ജമാഅത്തിന് മസ്ജിദിലെത്തുന്നു. മരിച്ചാൽ ബഹുമാനപ്പെട്ടവർ കാറിൽ വന്നിറങ്ങിയിട്ട് മെല്ലെ കണ്ടുപോവുക. സാധാരണക്കാരൊക്കെ ഇങ്ങനെ മയ്യത്തിൻ്റെ കൂടെ അങ്ങനെ പോവുക, മയ്യത്ത് നിസ്കരിക്കുക, കബറടക്കുക, തസ്ബീത്ത് ചെയ്യുക എന്നല്ല. ഏറ്റവും നല്ല വലിയ ആൾക്കാർ, പൈസ കൊണ്ടോ അധികാരം കൊണ്ടോ അറിവ് കൊണ്ടോ ഒക്കെ വലിയ ആൾക്കാർ അവരിതിനൊക്കെ മുമ്പിലുണ്ടാവുന്നു. അങ്ങനെയാകണം ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് ഈ വിഷയങ്ങളൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കണം, ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം, പോയിന്റുകൾ. എന്നിട്ട് അത് മതത്തിൻ്റെ കാര്യത്തിലൊക്കെ ഉഷാറായിട്ട്, ദഅവത്തും ഉഷാറായിട്ട് ഈ ആൾക്കാരെ, സമസ്തക്കാരെയൊക്കെ നമുക്ക് തൗഹീദിലേക്ക് കൊണ്ടുവരണം. എല്ലാവർക്കും ആവശ്യമായ മരുന്ന് നമ്മുടെ കയ്യിലുണ്ടാകണം. അപ്പം ലേശം നീണ്ടുപോയി, ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാം. ഈ നന്ദികേടിൻ്റെ ലോകത്തു നിന്ന് എഴുന്നേറ്റ് നിന്ന് നടന്ന് നന്ദിയിലേക്ക്, വീണ്ടും നന്ദിയിലേക്ക്, വീണ്ടും നന്ദിയിലേക്ക് എന്ന മുദ്രാവാക്യവുമായി നമുക്ക് പോകാം. നമുക്ക് കിട്ടിയ വെളിച്ചം, എല്ലാ വെളിച്ചവും എല്ലാവർക്കും എത്തിച്ചു കൊടുക്കാൻ വേണ്ടി കാര്യമായി നമുക്ക് പരിശ്രമിക്കാം. എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും സഹിച്ചുകൊണ്ട്, ക്ഷമിച്ചുകൊണ്ട്, പുഞ്ചിരിയോടുകൂടി അതിനെ നേരിടാൻ നമുക്ക് ശ്രമിക്കാം. അള്ളാഹുവെ അനുഗ്രഹിക്കുമാറാകണേ. ഞങ്ങൾക്കെല്ലാവർക്കും നീ ഹിദായത്ത് നൽകണേ റബ്ബേ. നന്ദിയുള്ള ഹൃദയം, നന്ദിയുള്ള നാവ്, നന്ദിയുള്ള സമ്പത്ത്, നന്ദിയുള്ള വീട്, നന്ദിയുള്ള വസ്ത്രം ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. രോഗികൾക്കെല്ലാം അള്ളാഹുവെ ശിഫ നൽകണേ. മരിച്ചുപോയ സത്യവിശ്വാസികൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കണേ. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والحمد لله رب العالمين وصلى الله على ختم الأنبياء والمرسلين. 6:33 6:50
ളുഹ നിസ്കരിക്കാം, അല്ലെങ്കിൽ മസ്ജിദിലാണെങ്കിൽ ഇസ്റാഖ് നിസ്കരിക്കാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.